സ്നേഹമുള്ളവരെ, നമ്മുടെ സുറിയാനിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് സുറിയാനി ഭാഷയിലെ പ്ലൂറലുകൾ ഉണ്ടാക്കുന്ന രീതികളെ കുറിച്ചാണ്. എപ്രകാരമൊക്കെയാണ് നൗണുകളുടെ, നാമങ്ങളുടെ പുല്ലിംഗം, പ്ലൂറൽ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. പ്ലൂറൽ ഫോമുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒന്നാമത്തെ നിയമം, പൊതുവെ നമ്മുടെ നൗണുകള് ആ എന്ന് പറയുന്ന ഉച്ചാരണത്തിലായിരിക്കും അവസാനിക്കുന്നത് പൊതുവെ. ഉദാഹരണമായിട്ട് നമ്മൾ ഇതിനോടകം തന്നെ കണ്ട പല വാക്കുകളില് മൽക്ക ഉദാഹരണത്തിന് എടുക്കുകയാണ്. മൽക്ക, മൽക്ക എന്ന് പറയുന്ന വാക്കെടുക്കുകയാണ്. കിങ് എന്ന് പറയുന്ന അർത്ഥമുള്ള സുറിയാനി വാക്കാണ് കിങ്. നമ്മൾ ഇതിനോടകം കണ്ടതാണ്. ഇതൊരു സിംഗുലർ നൗൺ ആണ്. കിങ് എന്ന് പറയുമ്പോൾ സിംഗുലർ, രാജാവ് എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആണ്. ഇതിനെ പ്ലൂറൽ ആക്കാനായിട്ട് ഇതിന്റെ അവസാനത്തിലെ ആ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഉച്ചാരണം, ആ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഉച്ചാരണം ഏ എന്നാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ മൽക്കെ എന്നാക്കിയാൽ ഇതിന് പ്ലൂറലായി. മൽക്കെ. ഇത്രയേ ഉള്ളൂ നോർമലായിട്ട് ഒരു വാക്കിനെ പ്ലൂറൽ ആക്കാനായിട്ട് അല്ലെങ്കിൽ പുല്ലിംഗമാക്കാനായിട്ടുള്ള മാർഗം. ഇതിന്റെ അർത്ഥം കിങ്സ് എന്ന് വരും. കിങ്സ്, മൽക്കെ. മറ്റൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഇപ്രകാരം പ്ലൂറൽ ആക്കുമ്പോൾ പ്ലൂറലിന്റെ ഒരു സൈൻ പ്ലൂറൽ ആണെന്ന് സൂചിപ്പിക്കാനായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ഉചിതമായ ഒരു വാക്കിന്റെ മുകളിൽ രണ്ട് കുത്തുകൾ പാരലായിട്ട്, നമ്മൾ പഠിച്ച ഒരു വവ്വലിലും ഇപ്രകാരം രണ്ട് കുത്തുകൾ പാരലായിട്ട് വരുന്നത് കണ്ടില്ലായിരുന്നു. ഇവിടെ പ്ലൂറൽ ആണെന്ന് അറിയാൻ വേണ്ടി പൊതുവെ അനുയോജ്യമായ ഒരു വാക്കിന്റെ മുകളിൽ, അത് ഇന്ന വാക്ക് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഏറ്റവും തൊട്ട് അവസാനത്തേതെന്നോ അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല. വവ്വലുകളൊന്നും ഇല്ലാതെ പൊതുവെ കാണുന്ന ഒരു വാക്കിന്റെ മുകളിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇത് മൽക്കെ എന്നാകും, കിങ്സ് എന്നാകും. മറ്റൊരു വാക്ക് കൂടി, ഇതാണ് നമ്മുടെ നോർമൽ ഒന്നാമത്തെ റൂള്, പൊതുവായിട്ടുള്ള റൂള്. മിക്കവാറും 90% വാക്കുകളും ഈ ഒരു നിയമം അനുസരിച്ചായിരിക്കും പോകുന്നത്. ഉദാഹരണമായിട്ട് ഒരു വാക്ക് കൂടി കാണിക്കാം. മറ്റൊരു വാക്ക് നമുക്ക് പരിചയമുള്ളത് ആഹയാണ്. ആഹ. ആഹ, ബ്രദർ എന്നുള്ള അർത്ഥം വരുന്നതാണ്. ബ്രദർ. അതിനെ ബ്രദേഴ്സ് എന്നാക്കണമെങ്കിൽ ആഹേ എന്നാക്കിയാൽ മതി. ആഹേ. ആഹേ. ഇവിടെ വവ്വല് നമുക്ക് ഇടാവുന്നത് ഹേക്കായിരിക്കും, ഹേത്തിനായിരിക്കും. അതുകൊണ്ട് ആഹേ എന്നാക്കി ബ്രദേഴ്സ് എന്നാക്കി. ബ്രദേഴ്സ്, ആഹേ. അപ്പോൾ ഇപ്രകാരം ഏത് സിംഗുലർ നൗണിനെയും നമുക്ക് പ്ലൂറൽ ആക്കാനായിട്ടുള്ള ഏറ്റവും ഒന്നാമത്തെ മാർഗം ആ എന്ന് അവസാനിക്കുന്ന ഭാഗം. ഇവിടെ ഞാൻ വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇതാണ് ആ എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഭാഗം. അതിനെ നമ്മൾ എ എന്നാക്കും. ഇവിടെ വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇപ്രകാരമാകും. ആഹേ എന്നാകും. ആഹേ, ആഹേ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ നിയമം. ഇനി ഇതിനകത്ത് വരുന്ന എക്സെപ്ഷൻസ് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് യായിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്രത്യേകതയാണ്. ഉദാഹരണം എഴുതിയിടാം. ദക്കിയ, നമുക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള വാക്കാണ് ദക്കിയ. ദാലസിന് ആവോല് വരുന്നു. കാപ്പ്, കാപ്പിന് ഓവലില്ല. ദക്കിയ. പ്യുവർ എന്നൊക്കെ പറയുന്ന വാക്കാണ്. നിർമ്മലം എന്നൊക്കെ പറയുന്ന മലയാളത്തിൽ പറയുന്നത് ദക്കിയ. ഇവിടെ യായിലാണ് ഈ വാക്ക് ഈ വാക്ക് അവസാനിക്കുന്നത്. യാ എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. ഇങ്ങനെ വരുമ്പോൾ കോമൺ ആയിട്ടുള്ള ഈ എക്സെപ്ഷന്റെ അകത്തെ നിയമം പ്രകാരമേ ഉള്ളൂ.
യായിൽ അവസാനിക്കുന്ന വാക്കിന്റെ തൊട്ട് മുമ്പിലത്തെ അക്ഷരത്തിന് ആ വവ്വൽ ഇട്ട് കൊടുക്കും എന്നുള്ളതാണ്. യായിൽ അവസാനിക്കുന്ന വാക്കുകളുടെ തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തിന് ആ വവ്വല് അല്ലെങ്കിൽ സാഹ എന്ന് പറയുന്ന വവ്വല് ഇട്ട് കൊടുക്കുന്നു. ഇപ്രകാരം വരുന്ന വാക്കുകൾക്ക് മാത്രം. അപ്പൊ ഇവിടെ വരുമ്പോൾ കാപ്പിന് വവ്വൽ ഇട്ട് കൊടുത്ത് കായാക്കും, എന്നിട്ട് കയ്യ എന്നാക്കും. പക്ഷെ ഈ വാക്കിന് മാത്രം ചെറിയൊരു പ്രത്യേകതയുള്ളത്, ദക്കിയ എന്ന് പറയുന്നത് ദക്കയ്യ എന്ന് പറയില്ല, ഇത് കയ്യ എന്ന് മാത്രമായിരിക്കും. അത് മാത്രമേ ഉള്ളൂ. ഈ ഒരു വാക്കിന് മാത്രം ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇത് കയ്യ എന്നാകും ഇതിന്റെ പ്ലൂറൽ ഫോം. ഇത് കയ്യ, ഇത് കയ്യ. അപ്പൊ പ്യുവേഴ്സ് പ്ലൂറൽ ആകുന്നു. പ്യുവേഴ്സ് എന്ന് കഴിഞ്ഞാൽ പരിശുദ്ധർ, പരിശുദ്ധിയുള്ളവർ, നിർമ്മലരായവർ എന്നൊക്കെ വേണം നമുക്ക് പറയാം. അപ്പോൾ ഇതിന്റെ ഉച്ചാരണം ഇത് കയ്യ എന്നാകും. ഇത് കയ്യ. ഇതേ മോഡൽ പോലെ തന്നെ മറ്റൊരു വാക്കും കൂടെ ഉണ്ട്, ഗവിയ എന്ന് പറയും. ഗവിയ. ഗവിയ. ഈ വാക്കും അവസാനം യായിൽ അവസാനിക്കുന്നത് കൊണ്ട് അതിന് തൊട്ട് മുമ്പിലത്തെ ബേസിന് ആ വവ്വൽ ഇട്ട് കൊടുത്ത് ഗ വയ്യ എന്നാക്കും. ഗവയ്യ. ഇതിനർത്ഥം ടാക്സ് കളക്ടർ ആണ്. ടാക്സ് കളക്ടർ. അതിന്റെ പ്ലൂറലാണ് ടാക്സ് കളക്ടേഴ്സ്. ടാക്സ് കളക്ടേഴ്സ് ആണ് ഗവയ്യ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഉള്ളൂ, ഇവിടെ ബേസിന് ആ വവ്വൽ വന്നു, അത്ര മാത്രമേ ഉള്ളൂ. പ്ലൂറലില് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ മോഡൽ വാക്കുകൾ എപ്പോഴും ഇപ്രകാരം വളരെ ചുരുക്കം വാക്കുകളേ ഉള്ളൂ. യായിൽ അവസാനിക്കുന്ന വാക്കുകളുടെ തൊട്ട് മുമ്പ് കിടക്കുന്ന അക്ഷരത്തിന് ആ വവ്വൽ ഇട്ട് കൊടുത്ത് പ്ലൂറലാക്കും. അടുത്തത് മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, എക്സെപ്ഷൻ റൂളില് മൂന്നാമത്തേത് എന്ന് പറയുന്നത് തായിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. ചില വാക്കുകൾ തായിൽ അവസാനിക്കും. ഉദാഹരണം നമ്മൾ ഇതിനോടകം കണ്ടതാണ്, താവ എന്ന് പറയുന്ന വാക്കിന്റെ ഫെമിനിൻ താവസ. താവ എന്ന് പറയുന്ന വാക്കിന്റെ ഫെമിനിൻ ഗുഡ്. അതിന്റെ ഫെമിനിൻ ആണ് താവസ. ഇവിടെ തായിലാണ് ഈ വാക്ക് അവസാനിക്കുന്നത്. തായില് അവസാനിക്കുന്നു. ഇപ്രകാരം തായിൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകളും ഇല്ല, ചില മോഡൽ വാക്കുകൾ. ഉദാഹരണം ഈ മോഡലാണ്. അതിന് തൊട്ട് മുമ്പിലത്തെ അക്ഷരത്തിനും സ്കാപ്പ വവ്വൽ ഇട്ട് കൊടുക്കും. അതായത് ബേസിനും സ്കാപ്പ വവ്വൽ ഇട്ട് കൊടുത്ത് ആക്കും പ്ലൂറൽ ഫോമിൽ. അപ്പോൾ ഇത് താവാസ. താവാസ. ഇവിടെ ബേസിന് സ്കാപ്പ വല് വന്ന് താവാസ എന്നായി. അതാണ് താവസയുടെ പ്ലൂറൽ ഫോം, താവാസ. ഇപ്രകാരം വളരെ ചുരുക്കം ചില വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഏക ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, തായിൽ അവസാനിക്കുന്നു, അതിന് തൊട്ട് മുമ്പിലത്തെ അക്ഷരത്തിന് വവൽ ഉണ്ടാവുകയില്ല, അതിന് മുമ്പ് കിടക്കുന്ന അക്ഷരം പൊതുവെ ആ വവലിലായിരിക്കണം. അങ്ങനെ വന്നാല് ഈ റൂൾ അനുസരിച്ച് പ്ലൂറലില് മാറ്റം വരും. അപ്പൊ ഇങ്ങനെയുള്ള മോഡൽ വാക്കുകൾക്ക് എപ്പോഴും തായിൽ അവസാനിക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം. അടുത്തത് നാലാമത് ഒരു റൂള്, അതും തായിൽ അവസാനിക്കുന്ന വാക്കുകൾ. തായിൽ അവസാനിക്കുകയാണ്, തായിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. ഉദാഹരണം മെൽസ.
മെൽസ എന്ന് പറയുന്ന വാക്കാണ്. മെൽസ. അർത്ഥം വേർഡ് എന്നാണ്. വേർഡ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നം. ഇതില് തായിലാണ് അവസാനിക്കുന്നത്. തൊട്ട് മുമ്പിലത്തെ പോലെ തന്നെ തായിലാണ് അവസാനിക്കുന്നതെങ്കിലും ഈ താ എടുത്ത് കളയും. താ എടുത്ത് കളഞ്ഞിട്ട് ലാമതിന്, തൊട്ട് മുമ്പിലത്തെ ലാമതിന് ഏ വോവല് കൊടുക്കും. ഏ വോവല് എഴുതി കാണിക്കാം. മെല്ലെ എന്നാവും. ഇവിടെയൊക്കെ നമുക്ക് പ്ലൂറൽ കുത്തുകൾ ഓർക്കുക. അത് ഇട്ടില്ലേലും ഇട്ടാലും ഇത് പ്ലൂറൽ കുത്താണ്, അതിന് ഉച്ചാരണമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതിന് വേർഡ്സ് എന്ന് പറയുന്ന മറ്റൊരു വാക്കും കൂടെ കാണിക്കാം. ശാസ എന്ന് പറയുന്ന വാക്കാണ്. അവർ, മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അതിന് ഷായെ എന്നാക്കും. അവേഴ്സ്. ഷായെ. ഇപ്രകാരം തായിൽ അവസാനിക്കുന്ന വാക്കാണിത്. തൊട്ട് മുമ്പിലത്തെ അക്ഷരത്തിന് ഇതിന് ഏ വോവല്. ഏ വോവല്. ഇനി അഞ്ചാമതൊരു രീതി ഊസായിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. ഊസായിൽ അവസാനിക്കുന്ന. ഉദാഹരണം തൈബൂസ. ഊസായിലാണ് വാക്ക് അവസാനിക്കുന്നത്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റൂൾ എഴുതേണ്ടവർക്ക് എഴുതാം. ഊസായുടെ വാവിന്റെ അടിയിൽ കിടക്കുന്ന കുത്ത് എടുത്തു കളഞ്ഞ് ഊ എന്ന് പറയുന്ന ഉച്ചാരണം മാറ്റുന്നു. ഊ എന്ന് പറയുന്ന വവ്വൽ ഉച്ചാരണം മാറ്റിയിട്ട് വാവിനും കൂടി ആ വവ്വൽ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഊ എന്ന് പറയുന്നതിന്റെ അടിയിലത്തെ കുത്തെടുത്ത് കളയുന്നു. അപ്പോൾ അത് വാവാകുന്നു, വെറും വാവാകുന്നു. വവ്വലല്ലാത്ത വെറും വാവാകുന്നു. ആ വാവിന്റെ മുകളിൽ ആ വവ്വൽ ഇട്ട് കൊടുത്ത് തൈബ് വാസ എന്നാണ്. തൈബ് വാസ. തൈബ് വാസ. ശ്രദ്ധിച്ചു കാണും. വാവിന്റെ ഊ വവലെടുത്ത് കളയുന്നു, അതിന് ആ വവലും. അപ്പോൾ തൈബ് വാസ. തൈബ് വാസ. ഇതാണ് തൈബൂസയുടെ പ്ലൂറൽ. തൈബൂസ നമുക്കറിയാവുന്നതാണ്, ഗ്രേസ് ആണ്. ഇതിനെ വേണേ ഗ്രേസസ് എന്നാക്കാം. ഗ്രേസസ്. തൈബൂസ, തൈബുവാസ. ശ്രദ്ധിക്കാൻ ഒരേ ഒരു കാര്യം, ഊസായിൽ അവസാനിക്കുന്ന വാക്കാണ് ഇതെന്ന്. ഊസായിൽ അവസാനിക്കുന്ന വാക്ക് അതിനെ വാസ എന്നാക്കും. ഇനി ഇതേ മോഡലിൽ തന്നെ മറ്റൊരെണ്ണമാണ് ഈസായിൽ അവസാനിക്കുന്ന വാക്ക്. ഏറെ സുപരിചിതമായ വാക്കാണ് ശംശാനായുടെ ഫെമിനിൻ. ശംശാനീസ എന്നാകും. ശംശാ
ശംശാനീസ. ശ്രദ്ധിച്ചു കാണും, ഈ വാക്ക് ഈസായിലാണ് അവസാനിക്കുന്നത്. ഇങ്ങനെയുള്ള വാക്ക് ഊസായിൽ അവസാനിച്ച വാക്ക് വാസായ ആയതുപോലെ ഈസായിൽ അവസാനിക്കുന്ന വാക്ക് യാസായ. അപ്പോൾ ഉമ്മ ശംശാനിയാസാണ്. ഉമ്മ ശാന് യാസ. യോതിന്റെ വവ്വല് മാറുന്നു, ഈ എന്നുള്ളത് യാ എന്നാവും. ശംശാന യാസ, ശംശാന യാസ. പ്ലൂറൽ വേണമെങ്കിൽ ഈ നന്നിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ശംശാന യാസ, ശംശാന യാസ. ശംശാനീസ എന്ന് പറഞ്ഞാൽ ഡീക്കണസ് ആണ്. ഇത് ഡീക്കണസസ്, 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 ശംശാനിയാസ. അപ്പോൾ ഇപ്രകാരമേ ഉള്ളൂ. നമുക്ക് 6 റൂളുകളാണ് ഇതിനകത്ത് വരുന്നത്. എല്ലാ റൂളുകളും നമ്മൾ കണ്ടു. ഒന്നാമത്തേത് ആ എന്ന് അവസാനിക്കുന്ന സിംഗുലർ നൗണുകൾ എ എന്നാകുന്നു. രണ്ടാമത്തേത് ദഖിയ പോലെയാണ്, യായിൽ അവസാനിക്കുന്ന വാക്കുകൾ അതിന് തൊട്ട് മുമ്പിലത്തെ യായുടെ തൊട്ട് മുമ്പിലത്തെ അക്ഷരത്തിന് ആ വൗലിട്ടെടുത്ത് ഇത് കയ്യാന്നാക്കുന്നു. പിന്നെ തായിൽ അവസാനിക്കുന്ന വാക്കുകൾ അതിന് തൊട്ട് മുമ്പിലത്തെ അക്ഷരത്തിനും കൂടി സ്കാപ്പ ഇട്ട് കൊടുത്ത്, സ്കാപ്പ വവൽ ഇട്ട് കൊടുത്ത് താവാസ, താവായിക്കാത്ത താവസായിക്കാത്ത താവാസ ആകുന്ന പോലെ. പിന്നെ തായിൽ അവസാനിക്കുന്ന മറ്റൊരു മോഡൽ വാക്കുകൾ, ഉദാഹരണം മെൽസ, മെൽസായിക്ക് മെല്ലെ എന്നാക്കുന്നു. അതായത് താ തന്നെ എടുത്ത് കളഞ്ഞിട്ട് തൊട്ട് മുമ്പിലത്തെ അക്ഷരത്തിന് എ വവലാക്കുന്നു. പിന്നെ 2 ഊസായും ഈസായുമാണ്. ഊസ വാസായാവുന്നു, ഈസ യാസായാവുന്നു. ഇനി ഇതിലൊന്നും പെടാത്ത ചുരുക്കം ചില എക്സെപ്ഷൻസ് നമുക്ക് സ്വയാനി ഭാഷയിലുണ്ട്. ചില വാക്കുകൾ അതിന്റെ പ്ലൂറല് ഹാസായിലായിരിക്കും അവസാനിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സിംഗുലർ നൗണുമായിട്ട് അതിന് വലിയ കണക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല, അതിന്റെ തുടർച്ചയായിട്ട് നിൽക്കും. പക്ഷെ പ്ലൂറലില് എൻഡിങ്ങില് ഹാസ എന്ന് പറഞ്ഞ അവസാനിക്കും. ഉദാഹരണം ആവ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. ആവ, ആവ നമുക്കറിയാവുന്ന വാക്കാണ്. ഫാദർ എന്ന് പറയുന്ന വാക്കാണ്, ഫാദർ. ഇതിന്റെ പ്ലൂറൽ ആക്കുമ്പോൾ ആവാഹാസ എന്നാകും. ആവാഹാസ. കണ്ടോ, എൻഡിങ്ങില് ഹാസ എന്ന് പറഞ്ഞിട്ട് മാത്രമായി. ആവാഹാസ, ആവാഹാസ, ഫാദേഴ്സ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആവാഹാസ എന്ന് പറയുന്ന പ്ലൂറൽ നമ്മൾ പൊതുവെ സ്പിരിച്വൽ ഫാദേഴ്സിനാണ് കൊടുക്കുന്നത്. സ്പിരിച്വൽ ഫാദേഴ്സ് ആണ്. സ്പിരിച്വൽ ഫാദേഴ്സ് ആണെങ്കിൽ. എർത്തിലി ഫാദേഴ്സിനെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആവാഹേ എന്ന് പറയാം. എർത്തിലി ഫാദേഴ്സ് ആണെങ്കിൽ ആവാഹേ. ആവാഹേ. എർത്തിലി ഫാദേഴ്സ് ആണെങ്കിൽ ആവാഹേ. ആവാഹേ, എർത്തിലി ഫാദേഴ്സ്. എർത്തിലി ഫാദേഴ്സ്. അപ്പൊ ഇങ്ങനെ ആവാഹിക്ക് 2 പ്ലൂറൽ ഫോമുകളുണ്ട്. ഒന്ന് ആവാഹാസ സ്പിരിച്വൽ ഫാദേഴ്സ്, ആവാഹേ എർത്തിലി ഫാദേഴ്സ്. ഇനി ഇപ്രകാരം തന്നെ വരുന്ന മോഡലിലുള്ള 1-2 വാക്കുകളോടെ കാണാം. ഒന്ന് മദറിന്റെ വാക്കാണ് എമ്മ. എമ്മ. ഇതിന് അങ്ങനെ സ്പിരിച്വല് അല്ലെങ്കിൽ എർത്തിലി എന്നൊന്നുമില്ല, ഒറ്റ പ്ലൂറൽ ഫോമേ ഉള്ളൂ, യമഹാസ. യമഹാസ.
ഹാസയിൽ അവസാനിക്കുന്ന പ്ലൂറൽ ഫോം യമഹാസ. മദറാണ്, പ്ലൂറൽ വരുമ്പോൾ മദേഴ്സ്. മദേഴ്സ് യമഹാസ. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു വാക്കാണ് അംസ എന്ന് പറയാം. അംസ. അംസ മെയ്ഡ് സെർവന്റ് ആണ്. മെയ്ഡ് സെർവന്റ്. ഇത് അമഹാസ എന്നാണ്. അമഹാസ. അപ്പോൾ മെയ്ഡ് സെർവൻസ്. മെയ്ഡ് സെർവൻസ്. മെയ്ഡ് സെർവൻസ് അമഹാസ. അപ്പൊ ഇങ്ങനെ ഹാസയിൽ അവസാനിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകൾ നമ്മളിപ്പോ കണ്ടു. ഇനി ചില വാക്കുകൾ അവാസ എന്ന് പറയുന്നത് അവസാനിക്കും. അവാസ. ഉദാഹരണം കുർസിയാണ്. കുർസിയ. കുർസിയ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കണ്ടതാണ്. ചെയർ. കുർസിയ. ഇങ്ങനെയുള്ള വാക്ക് അവസാനിക്കുന്നത് കുർസവാസ എന്നായിരിക്കും. കുർസിയ, കുർസവാസ. ഇത് ചെയറാണ്. ചെയർ. ഈ വാക്ക് പ്ലൂറൽ ആക്കുമ്പോൾ കുർസവാസ എന്നാണ്. കുർസ കുർസവാസ. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. സാധയെ തൊട്ട് പ്രശ്നമാണ്. സാധയ്ക്ക് ആ വൗലിട്ട് കൊടുത്തിട്ട് പിന്നെ വാസ എന്നുള്ളത് അഡീഷണൽ ആയിട്ട് ചേർക്കും. കുർസവാസ. ചെയേഴ്സ്. ചെയേഴ്സ്. കുർസവാസ. ഇപ്രകാരം ഒന്ന് രണ്ട് വാക്കുകളും കൂടി ഉണ്ട് ഇതുപോലെ അവാസ എന്നാക്കുന്നത്. മറ്റൊരു വാക്ക് അസ്രയാണ്. അസ്ര. അസ്ര. അതിന്റെ വരുമ്പോൾ അസ്ര വാസ എന്നാണ്. അസ്ര. അപ്പോൾ ഈ റേഷ് എത്തുമ്പോൾ അതിന് ആ വൗൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് വാസ എന്നുള്ളത് അഡീഷണൽ ആയിട്ട്. അസ്ര വാസ. ഇവിടെ ആ വൗല് വന്നു, പിന്നെ വാസ അഡീഷണൽ ആയിട്ട് വരും. അസ്ര വാസ. ഇതിനർത്ഥം പ്ലേസ് ആണ്. പ്ലേസ്. അസ്ര പ്ലേസ്. പ്ലേസസ്. ഒരു വാക്കുകൊണ്ട് പറയാം. നഹ്റയാണ്. നഹ്റ. നഹ്റ റിവർ ആണ്. റിവർ. നഹ്റ വാസ നമ്മൾ ഉണ്ടാക്കിയ നിയമപ്രകാരമാണെങ്കിൽ റ വാസ എന്നാണ്. നഹ്റ വാസ. നഹ്റ വാസ. റിവേഴ്സ്. നദികൾ. നഹ്റ വാസ. ഇവിടെയൊക്കെ പ്ലൂറൽ കുത്ത് വേണം നമുക്ക് വൗലില്ലാത്ത ഈ അക്ഷരത്തിന് ഊടിട്ട് കൊടുക്കും. നഹ്റ വാസ. അപ്പൊ ഇത്രയുമാണ് പൊതുവെ പ്ലൂറലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത്.
അപ്പോൾ നമുക്ക് 6 റൂളുകൾക്ക് പുറമെ അഡീഷണൽ ആയിട്ട് വരുന്ന ചില പ്ലൂറൽ എൻഡിങ് ഫോമുകൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ കോമൺ ആയിട്ട് പ്ലൂറലുകളെ സംബന്ധിച്ച് നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഏകദേശം 90% വാക്കുകളും ഏറ്റവും ആദ്യം കണ്ട റൂളിന്റെ അകത്ത് തന്നെ ഉൾപ്പെടും. ബാക്കിയുള്ളതെല്ലാം എക്സെപ്ഷൻസ് ആണ്. അപ്രകാരം നമുക്ക് പ്ലൂറൽ ഫോമുകൾ ഉണ്ടാക്കാം. ഇനി പ്ലൂറൽ എന്ന് പറയുന്ന പ്ലൂറൽ ഫോമിന്റെ ഒരു അടയാളമാണ് വാക്കുകളുടെ മുകളിൽ, ചില അക്ഷരങ്ങളുടെ മുകളിൽ പാരലൽ ആയിട്ടുള്ള 2 കുത്തുകൾ ഇടുന്നത്. അത് സമചതുര ആകൃതിയിലുള്ള കുത്തുകളായിരിക്കും, ഓവൽ ഷേപ്പിലുള്ള കുത്തുകളായിരിക്കില്ല. അതാണ് പ്ലൂറൽ ആണ് ആ വാക്ക് എന്ന് തിരിച്ചറിയാനായിട്ടുള്ളൊരു മാർഗം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു.